അപ്പൊ നമുക്ക് J33 ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇരിക്കുള്ളൂ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും പശയൊക്കെ കുറവുള്ളൂ. ചക്ക നല്ല സൂപ്പറാണ് കേട്ടാ. നല്ല ടേസ്റ്റാണ് ഈ ചക്ക കഴിക്കാനായിട്ട്. എല്ലാവർക്കും സുൽഫത്ത് ഫീഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ J33 പ്ലാവിന്റെ അടുത്താണ്. അപ്പൊ പ്ലാവ് കണ്ടില്ലേ, 4 വർഷം എത്തിയ പ്ലാവാണ്. 4 വർഷം എത്തിയപ്പോഴാണ് ഈ ചക്ക നമുക്ക് കായ്ച്ചു കിട്ടിയത്. അപ്പൊ ഈ പ്രാവശ്യം ഒരു ചക്ക ഉണ്ടായിരുന്നു, 3-4 ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ കൊഴിഞ്ഞു പോയിരുന്നു. അപ്പൊ ഇപ്പൊ കണ്ട അടിയിൽ തന്നെയാണ് ഒരു ചക്ക ഉണ്ടായത്. അതിപ്പോ വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ J33 പ്ലാവിന്റെ ചക്ക ഒന്നും കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണത്. നല്ല ചക്കയിലെ ഏറ്റവും നല്ല ചക്കയാണ് J33. നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയതാണ്. പക്ഷെ 4 വർഷം 5 വർഷമൊക്കെ എത്തുമ്പോഴാണ് നമുക്കത് കായ്ച്ചു കിട്ടുള്ളൂ. അപ്പൊ കണ്ടില്ലേ, ഇതേപോലെയാണ് പ്ലാവ്. കണ്ട പ്ലാവ് ഇതേപോലെ ഇങ്ങനെ ശാഖകളൊക്കെ ആയിട്ട് അടിയിൽ തന്നെ ശാഖകളൊക്കെ ആയിട്ട് പോയേക്കണേണ്. അടുത്ത വർഷം ആവുമ്പത്തിനും ചിലപ്പോ ഇതില് നിറച്ച് ചക്ക ഉണ്ടാകുകയായിരിക്കും. ഈ പ്രാവശ്യം നമ്മുടെ ചക്ക നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ എങ്ങനെയാണെന്നുള്ളത്. ഇത് പഴുത്തൊക്കെ നിക്കണേണ് കേട്ടോ, താഴെ തന്നെ ഇരുന്ന്. അപ്പൊ നമുക്ക് മുകളിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് നമുക്ക് ഒന്നും കൂടെ കുറച്ചിതായിട്ട് കിട്ടുള്ളൂ. ഇതിങ്ങനെ താഴെ മണ്ണിൽ കിടക്കണാരം നമ്മ അതൊരു കല്ലുമ്മൽ കയറ്റി വെച്ചേക്കണായിരുന്നു. അപ്പൊ നമുക്ക് J33 ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഫ്രൂട്ടിന്റെ തോട്ടത്തിൽ നമ്മ പലതരത്തിലുള്ള പ്ലാവുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതിന്റെ ഒപ്പമാണ് നമ്മ J33 കൂടെ നട്ടത്. നമുക്ക് മറ്റുള്ള പ്ലാവുകൾ എന്ന് വെച്ചാൽ വിയറ്റ്നാം സൂപ്പർ ഏളി കായ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ വെറൈറ്റി ചക്കകളും കൂടെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ട്. പക്ഷെ 5 വർഷം കൊണ്ടാണ് നമ്മുടെ J33 കായ്ക്കുള്ളൂ കേട്ടോ. അപ്പൊ പ്ലാവ് നട്ട് കഴിഞ്ഞാല് നമ്മ 5-ാം വർഷം തന്നെ കായ്ച്ച് ഇട്ടുള്ളൂ. ചക്ക ഉണ്ടാ നമുക്കിപ്പോ ഈ പ്രാവശ്യം ഇത് താഴെ ഇങ്ങനെ കിടന്നായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒന്നും കൂടെ നല്ല ചക്ക ആയിരിക്കുള്ളൂ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും പശയൊക്കെ കുറവുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചക്ക നല്ല സൂപ്പറാണ് കേട്ടാ. നല്ല ടേസ്റ്റാണ് ഈ ചക്ക കഴിക്കാനായിട്ട്. ഇതിങ്ങനെ കുറച്ച് പഴുത്ത് പോയിട്ടുണ്ട്. ഇത് ഇത് ഇപ്പോഴാ കണ്ടത്, ഇത് പഴുത്തത് കണ്ട. അപ്പൊ ആ ചക്കകളില് ഏറ്റവും നല്ല ചക്ക തന്നെയാണ് J33. നമുക്കിപ്പോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് 4 വർഷം എത്തിയപ്പോഴാണ് നമ്മുടെ കായ്ച്ചത്. 4-5 വർഷമൊക്കെ വേണം J33 കായ്ക്കാനായിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ഏറ്റവും നല്ല പ്ലാവ് തന്നെയാണ്. നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയ പ്ലാവാണ് കണ്ട. നമുക്ക് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം പ്ലാവ് നടാൻ. പിന്നെ ഈ പ്ലാവിന്റെ ഇലകളൊക്കെ ചെറിയ ഇലകളാണ് കണ്ട. ഇലകൾക്കൊക്കെ വലിപ്പം കുറവാണ്. പിന്നെ ഇതിങ്ങനെ അടിയിന്ന് തുടങ്ങി ഇങ്ങനെ ശാഖകളായിട്ട് പോണ ഒരു പ്ലാവാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഫ്രൂട്ടിന്റെ തോട്ടത്തില് ഇടതിങ്ങി നിക്കണത് കാരണമാണ് ഇതിന് വളരാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ വന്ന പ്ലാവാണ്. കമ്പിലൊക്കെ നിറച്ച് ചക്കകളായിരിക്കുള്ളൂ ഇത് കായ്ച്ചു തുടങ്ങിയാല്. അപ്പൊ ഞാനിവിടെ ഇതിന് പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുത്തിട്ടില്ല. ഇതിന് കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ എന്തെങ്കിലും ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ കൽപ്പൊടി. ഞങ്ങളുടെ ഇവിടെ പൂഴി മണ്ണാണല്ല. അപ്പൊ ആ മണ്ണില് പ്ലാവൊക്കെ പിടിച്ചിട്ടാൻ പണിയാണ്. വേരൊക്കെ ചീനോ മഴക്കാലത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മ കൽപ്പൊടി എല്ലാ വർഷവും നമ്മ കൽപ്പൊടി കൊണ്ടുവന്ന് പ്ലാവിന്റെ തടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ അല്പം പൊക്കി വേണം ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ പ്ലാവ് വെക്കാനായിട്ട്. പ്ലാവ് പിടിച്ചിട്ടാൻ കുറച്ച് പ്രയാസമുള്ള ഉപ്പ് പ്രദേശവുമാണ്. ഇപ്പൊ ഇതിന്റെ വേര് ഉപ്പിൽ മുട്ടിക്കഴിഞ്ഞാല് പ്ലാവ് ഉടങ്ങിപ്പോവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എപ്പോഴും പ്ലാവ് നടാനായിട്ട് ഒരു പ്രശ്നമുള്ള സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ പ്രദേശം. അപ്പൊ നമ്മ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണത് കൽപ്പൊടി ഇതിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ പ്ലാവ് എന്നൊക്കെ പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വളങ്ങളുടെ കാര്യങ്ങളൊന്നുമില്ല. പണ്ട് തുടങ്ങി നമ്മുടെ നാട്ടിലെ പ്ലാവുകളിലൊക്കെ നമ്മ പറമ്പിൽ നടും. അത് വർഷാവർഷം കായ്ക്കും. നമുക്ക് എന്തെങ്കിലും ജൈവവളങ്ങൾ പറമ്പില ഈ ചവറും ചാരവും ഒക്കെ കൊണ്ടുവന്ന് തടത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയല്ല, സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം പ്ലാവ് നടാനായിട്ട് തരുന്നത്. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചക്കയൊക്കെ ഉണ്ടായി കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒരു J33 പ്ലാവ് എന്തായാലും നിങ്ങൾ മേടിച്ച് നട്ടോ. പക്ഷെ ഇത് 5 വർഷം എടുക്കുമെങ്കിലും നമുക്ക് ചക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്. നമുക്ക് വറക്കാനും അതേപോലെ തന്നെ
പഴുത്തതായിട്ട് കഴിക്കാനും കറി വെക്കാനും ഒക്കെ പറ്റിയ ചക്ക തന്നെയാണ്. അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് പല വലിപ്പത്തിലുള്ള തൈകൾ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും ഒരു J33 പ്ലാവൊക്കെ മേടിച്ച് നട്ടോ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.